ഒരിക്കലും നമുക്കൊരു വീട് പണി സാധ്യമായ കാര്യമല്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളും എൻ്റെ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രളയത്തെ കൂടുതൽ സംബന്ധിക്കുന്ന ജനുവരി കാറ്റെന്ന് പറഞ്ഞൊരു സംഭവമാണ്. പ്രിയമുള്ളവരെ, എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ വാലിയൻ്റെ ചാനലിലെ സ്ഥാനാർത്ഥികളൊപ്പം എന്ന പ്രോഗ്രാമിൽ നമ്മൾ ഇന്ന് എത്തിയിരിക്കുന്നത് കൂട്ടിക്ക പഞ്ചായത്തിലെ 6-ാം വാർഡായ കൊടുങ്ങാവ് വാർഡിലെ LDFിൻ്റെ സ്ഥാനാർത്ഥി ശ്രീ അനീഷ് ഭീമനോടൊപ്പമാണ്. നമുക്ക് അനീഷിനോടൊപ്പം നമ്മുടെ ഇന്നത്തെ പരിപാടി ആരംഭിക്കാം. നമസ്കാരം. നമസ്കാരം. നമ്മുടെ ചോദ്യങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? ചോദ്യങ്ങളൊക്കെ കണ്ടു. അപ്പം നമ്മൾ സ്ഥാനാർത്ഥികളോടെല്ലാം നമ്മൾ വ്യത്യസ്തമായ രീതിയിൽ അല്ല, ഒരേ ചോദ്യങ്ങളാണ് എല്ലാവരോടും ചോദിക്കുന്നത്, എല്ലാ സ്ഥാനാർത്ഥികളോടും. അപ്പോൾ അതിൻ്റെ ഉത്തരങ്ങൾ വ്യത്യസ്തമായിരിക്കും. അപ്പോൾ താങ്കളെ നമ്മുടെ ചോദ്യത്തിന് ഉത്തരങ്ങൾ നൽകാൻ ശ്രമിക്കുക. നമ്മുടെ ഒന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലൈഫ് ഭവന പദ്ധതിയിൽ 4 ലക്ഷം രൂപയ്ക്ക് ഒരു വീട് നിർമ്മിക്കാൻ സാധിക്കുമോ? ഇല്ല എങ്കിൽ താങ്കൾ വിജയിച്ചാൽ ഈ വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിക്കുന്നതാണ്? നമ്മുടെ ഈ മലയോര പ്രദേശത്ത് 4 ലക്ഷം രൂപയ്ക്ക് ഒരിക്കലും നമുക്കൊരു വീട് പണി സാധ്യമായ കാര്യമല്ല. കാരണം വെച്ചാൽ അതിൻ്റെ ഒരു ഫൗണ്ടേഷനും കാര്യങ്ങളും എടുക്കുമ്പോൾ തന്നെ ഏറെക്കുറെ ഫണ്ടിൻ്റെ ഒരു പകുതിയോളം പൈസ തീരും. പിന്നെ നമ്മളെ ബാക്കി പ്രവർത്തനങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മൾ പിന്നെ എവിടുന്നെങ്കിലും പൈസ കയ്യിൽ നിന്നൂടെ ഉണ്ടാക്കിയെങ്കിൽ ഒരു ചെറിയ ഒരു വീടിൻ്റെ പ്രവർത്തനങ്ങൾ ആണെങ്കിലും നടക്കുകയുള്ളൂ. എങ്കിൽ കൂടി നമുക്ക് ലൈഫ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നമ്മൾ ഈ പഞ്ചായത്തിൻ്റെ ഒരു വാർഡ് സ്ഥാനാർത്ഥി അല്ല, ഒരു വാർഡ് മെമ്പർ എന്ന നിലയിൽ അതിനെക്കുറിച്ച് നമുക്കൊന്നും മുമ്പോട്ട് ചെയ്യാൻ കഴിയില്ല. കാരണം ഇത് സർക്കാരുമായിട്ടുള്ള ഫണ്ടായതുകൊണ്ട് നമുക്ക് അതിനെപ്പറ്റി ഒന്നും ചെയ്യാൻ കഴിയില്ല. വളരെ കുറവായ ഒരു തുകയാണെന്നുള്ളതാണ് നമ്മളെ കൊണ്ട് നമ്മുടെ പഞ്ചായത്ത് നമ്മുടെ പാർട്ടി തലങ്ങളിൽ കമ്മിറ്റി കൂടുമ്പോൾ നമുക്ക് അതുമായിട്ട് സംസാരിച്ച് അതിനെപ്പറ്റി നമുക്ക് അഭിപ്രായം ചർച്ച ചെയ്യാം. അതിനെക്കുറിച്ച് വളരെ നല്ല ഒരു മറുപടിയാണ് കിട്ടിയത്. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. താങ്കൾ വിജയിച്ചാൽ ഈ പഞ്ചായത്തിലെ കാർഷിക മേഖല, പ്രത്യേകിച്ച് റബ്ബർ കൃഷിയുടെ ഉന്നമനത്തിനായിട്ട് എന്തെല്ലാം പദ്ധതികൾ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്നു? റബ്ബർ കൃഷി എന്ന് പറയുന്നത് കാർഷിക മേഖലയാണ് നമ്മുടെ മെയിനായിട്ടും. റബ്ബർ നമ്മുടെ കുട്ടിക പഞ്ചായത്ത്, നമ്മുടെ മറ്റ് സമീപ പഞ്ചായത്തുകളിലൊക്കെ കൂടുതലുള്ളതുകൊണ്ട് മാത്രം റബ്ബർ നമ്മൾ സൂചിപ്പിച്ചെന്നുള്ളൂ. അപ്പോൾ ശരിയാണ്. നമ്മുടെ നാട്ടിലെ സാധാരണ ജനങ്ങളുടെ ഏക ആശ്രയമാണ് റബ്ബർ. റബ്ബറിനെ സംബന്ധിച്ച് ഇപ്പം നമ്മുടെ സർക്കാർ 200 രൂപ അതിനൊരു താങ്ങുവില ഒക്കെ ചെയ്തിട്ടുണ്ട്. എങ്കിൽ കൂടി നമ്മൾ റബ്ബറിനെ സംബന്ധിച്ച് ഒരു 8-9 വർഷക്കാലം എങ്കിലും കുഞ്ഞു പിള്ളേരെ നോക്കുന്ന പോലെ സംരക്ഷിച്ച് വളർത്തിക്കൊണ്ട് വന്നാലേ അത് നമ്മൾക്ക് ഒരു ആദായത്തിലേക്ക് എത്തുകയുള്ളൂ. അത് അതിനിടയ്ക്ക് പ്രകൃതിക്ഷോഭം ഉണ്ടായ കാറ്റ് നമ്മുടെ പ്രദേശത്തെ എൻ്റെ വാർഡിനെ സംബന്ധിച്ച് ഏറ്റവും വലിയൊരു പ്രളയത്തെ കൂടുതൽ സംബന്ധിക്കുന്ന ജനുവരി കാറ്റെന്ന് പറഞ്ഞൊരു സംഭവമാണ്. അത് നമുക്ക് വൻ നാശനഷ്ടങ്ങൾ എല്ലാ പ്രാവശ്യവും എല്ലാവർക്കും ഉണ്ടാകുന്ന സംഭവമാണ്. പിന്നെ വേനൽക്കാലമായാൽ ഒരു ആദായവും കിട്ടാത്ത സംഭവം. കാരണം വെച്ചാൽ ഈ മഴ നിൽക്കുന്ന സമയം തൊട്ട് കാറ്റ് തുടങ്ങും, ജനുവരി കാറ്റ് തുടങ്ങുകയാണ്. ആദായം കിട്ടേണ്ട സമയത്ത് കാറ്റാണ് വെട്ടി നിർത്തേണ്ടി വരും. അപ്പം റബ്ബറിനെ സംബന്ധിച്ച് നമുക്ക് ഈ പണിക്കൂലിയും നമ്മൾ ഇന്നത്തെ കാലത്ത് പണി ചെയ്യിക്കാനുള്ള ഒരു വരുമാനം റബ്ബറിൽ നിന്നും കിട്ടുന്നില്ല. സ്വന്തമായിട്ടൊക്കെ പിന്നെ വെട്ടിയെടുക്കുന്നത് കൊണ്ടൊക്കെയാണ് അത്യാവശ്യം ആൾക്കാരെ കൊണ്ട് പിടിച്ചു നിൽക്കുന്നത്. പിന്നെ നമ്മളിപ്പോൾ ആണെങ്കിലും വന്യമൃഗങ്ങളുടെ ഈ ഉപദ്രവം കൊണ്ട് റബ്ബർ തൈ ആണെങ്കിലും വെച്ചാൽ ഒരു വലുതാകുന്നത് വരെ അത് കുത്തിക്കളയും. പിന്നെ അല്ലാത്ത കാർഷിക വിളകളാണേലും അന്നത്തെ കാലത്ത് നമ്മുടെ മലമുകളിലുള്ള ആൾക്കാരെല്ലാം താഴേക്ക് ഇറങ്ങി പോകുന്നത് കൊണ്ട് വന്യമൃഗങ്ങളുടെ ശല്യം കൂടുതൽ ടൗണിലേക്ക് ഇറങ്ങി റോഡിലേക്ക് ഇറങ്ങി വന്നുകൊണ്ടിരിക്കുക. അപ്പം അതിനെതിരെ നമുക്ക് ശക്തമായ ഒരു നടപടി ഉണ്ടാക്കാൻ നമ്മുടെ പരമാവധി പ്രയത്നിക്കും. ഓക്കെ. അപ്പോൾ നമ്മൾ 2 ചോദ്യങ്ങൾക്ക് നല്ല മികച്ച രീതിയിൽ നമ്മളോട് മറുപടി പറഞ്ഞു. അപ്പോൾ നമ്മൾ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കുകയാണ്. മൂന്നാമത്തെ ചോദ്യം, താങ്കൾ വിജയിച്ചാൽ ഈ വാർഡിൽ ആദ്യം നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന പദ്ധതി എന്താണ്? അതായത് നമ്മൾ ഒരു സ്ഥാനാർത്ഥിയാകുമ്പോൾ ആ വാർഡിനെ ലക്ഷ്യം വെച്ച് ആ ജനങ്ങൾക്ക് ഏറ്റവും അത്യാവശ്യപ്പെട്ട എന്നുള്ള ഒരു കാര്യം നമ്മൾ നമ്മുടെ പരിഗണനയിൽ കാണും, സ്വന്തം പരിഗണനയില്ല. അപ്പോൾ അത് എന്തായിരിക്കും? അതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഞങ്ങൾ ഏറ്റവും കൂടുതൽ മലയുടെ ഏറ്റവും കൂടുതൽ താമസിച്ച ഒരാളാണ് കൊടുങ്ങായുടെ. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ ഞങ്ങൾ ബുദ്ധിമുട്ടുള്ളത് കുടിവെള്ളവുമായിട്ടുള്ള പ്രശ്നങ്ങളായിരുന്നു. വേനൽക്കാലം കഴിഞ്ഞാൽ വെള്ളമായിട്ടുള്ള പ്രശ്നമാണ്. അതുകൊണ്ട് ഏറ്റവും ആദ്യം, കാരണം വെച്ചാൽ അതിന്റെ ബുദ്ധിമുട്ട് ഒരുപാട് അനുഭവിച്ച ഒരാളെന്ന രീതിയിൽ മറ്റൊരാൾ പറയേണ്ട കാര്യം. കാരണം ഏറ്റവും കൂടുതൽ വെള്ളത്തിന് അനുഭവിച്ചാണ് ഞങ്ങളാണ്. നമ്മുടെ വാഗമൺ കോലാകലമൂട് കുടിവെള്ള പദ്ധതിയുടെ ഫസ്റ്റ് പദ്ധതി നമ്മുടെ ജില്ലാ പഞ്ചായത്ത് മെമ്പർ അമ്മിണി തോമസ് ഇരുന്നപ്പോൾ ബ്ലോക്കിലോട്ട് നമ്മുടെ TK രാജൻ ഇരുന്നപ്പോഴാണ് ആദ്യമായിട്ട് അതിന് ഫണ്ട് അനുവദിക്കുന്നത്. അന്ന് നമ്മുടെ വാർഡ് മെമ്പർ സുധാകരനായിരുന്നു. അപ്പം ആ പദ്ധതിയിൽ ഞങ്ങൾ തന്നെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി അതിന്റെ കോണ്ടാക്ട് എടുക്കുകയും ഞങ്ങൾ തന്നെയാണ് ആ പദ്ധതി പണിതത്. നമ്മുടെ കയറി ചെല്ലുന്ന ഈ നമ്മുടെ വാഗമണ്ണ് നിരപ്പ്, വാഗച്ചോട് നിരപ്പ് എൻ്റെ ഒരു 1.5 ആൾ താഴ്ചയിൽ
കേബിൾ പോലെ വെട്ടിത്താത്ത് ഉം. അവിടുന്ന് ചെക്ക് ഡാം പണിത് അവിടുന്ന് വാട്ടർ ലെവല് പൈപ്പിട്ട് ഉം. ഈ കൊടുങ്ങാമ്പലത്തിന് അവിടെ വരെ നമ്മുടെ കുരിശുമല ഇറക്കിയ പൈപ്പാണ് ഞങ്ങൾ തോളെ ചുമന്ന് കൊണ്ടുവന്ന്. ആ. അത് ഒരു സഹായവും ഇല്ലാതെ ഞങ്ങളൊരു 6-7 വീട്ടുകാർ കൂടി തന്നെ ചെയ്താ ഉം. തോളെ ചുമന്ന് കൊണ്ടുവന്നാണ് നമ്മുടെ ഈ കൊടുങ്ങാമ്പലത്തിന്റെ അവിടെ വരെയുള്ള വെള്ള പൈപ്പ് ഇട്ടേക്കുന്നത്. ഉം. ഇന്നത്തെ കാലത്ത് ഓർക്കാൻ പോലും ചിന്തിക്കാൻ പറ്റിയ കാര്യമാണ്. അന്ന് സഹകരണം ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ അന്ന് ഞങ്ങളൊരു 6-7 വീട്ടുകാർ ഞങ്ങൾക്ക് അതുപോലെ വെള്ളത്തിന് അത്യാവശ്യമായിരുന്ന ഒരു സമയമായിരുന്നു. ഉം. അത് കഴിഞ്ഞ് ഒത്തിരി തുക 18 ലക്ഷം രൂപ അനുവദിച്ചു, 12 ലക്ഷം രൂപ അനുവദിച്ചു, ഒരുപാട് പൈസ കിട്ടി. അതിന്റെ പൈപ്പും പദ്ധതികളും ഒക്കെ ആണെങ്കിലും ഞങ്ങൾ ആ കമ്മിറ്റ് ചെയ്ത് അത്രയും നല്ല രീതിയിലുള്ള ഒരു പദ്ധതിയോ അതിനൊരു ഉപയോഗം ഇതായിട്ടുണ്ടായതായിട്ട് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ അതുകൊണ്ട് ആ കുടിവെള്ള പദ്ധതി ഞങ്ങൾ ഒരുപാട് കഷ്ടപ്പെട്ടതാണ്. അതുകൊണ്ട് അതിന്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് നല്ല ബോധ്യമുള്ളതുകൊണ്ട് എല്ലാ വീട്ടിലും കുടിവെള്ളം എത്തിക്കുന്നതിനുള്ള നമ്മൾ കുറെ വീടുകളൊക്കെ കയറിയപ്പോൾ അവരൊക്കെ പറഞ്ഞു അതാണ് താങ്കളുടെ സ്വപ്ന പദ്ധതി. നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ ജയിച്ചു വരികയാണെങ്കിൽ 100% ആദ്യമായിട്ടും ഏറ്റവും നല്ലൊരു സംരംഭമായിട്ടും ചെയ്യുന്ന ഒരു പദ്ധതി കുടിവെള്ള പദ്ധതിയുമായിട്ടുള്ള ബന്ധപ്പെട്ടുള്ള കാര്യമായിരിക്കും. ഓക്കെ, വളരെ നന്ദി. പ്രിയമുള്ളവരെ, ഞാൻ അനീഷ് PM, കൂട്ടിക്ക പഞ്ചായത്തിൽ 6ാം വാർഡ്, ഇത് കൊടുങ്ങ കേന്ദ്രീകരിച്ചുള്ള വാർഡിൽ ഞാൻ LDFന്റെ സ്ഥാനാർത്ഥിയായി അരിവാൾ നെൽക്കതിർ അടയാളത്തിൽ മത്സരിക്കുന്നു. എന്നെ എല്ലാവരും നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ നൽകി എന്നെ വിജയിപ്പിക്കണമെന്ന് മാത്രം അഭ്യർത്ഥിക്കുകയാണ്. അതോടൊപ്പം തന്നെ എൻ്റെ കൂട്ടത്തിൽ മത്സരിക്കുന്ന ജില്ലയിലേക്ക് മത്സരിക്കുന്ന K. രാജേഷാണ്. K. രാജേഷിനെ ആർക്കും പരിചയപ്പെടുത്തേണ്ട കാര്യമില്ല. അരിവാൾ ചുറ്റിക നക്ഷത്രത്തിലാണ് രാജേഷ് മത്സരിക്കുന്നത്. രാജേഷിനെയും പിന്നെ നമ്മുടെ ബ്ലോക്കിലേക്ക് മത്സരിക്കുന്ന കിരൺ രാജിനെയും അത്യാവശ്യം എല്ലാവർക്കും അറിയാം. ഒരു അധ്യാപകനാണ്, പിന്നെ ഒരു നല്ല ചുറുചുറുക്കുള്ള ചെറുപ്പക്കാരനാണ്. അദ്ദേഹത്തെയും എന്നോടൊപ്പം അദ്ദേഹത്തെയും വിജയിപ്പിക്കണമെന്ന് ഞാൻ വിനീതമായി അപേക്ഷിക്കുകയാണ്.